പ്രതിരോധ മേഖലയിലേക്ക് 2500 ഉദ്യോഗാർത്ഥികളെ ഒരുക്കിയ SS അക്കാദമി കാർഗിൽ വിജയ ദിനമായ ജൂലൈ 26-ന് വിദ്യാർത്ഥികളിൽ ദേശീയബോധവും ചരിത്രബോധവും വർദ്ധിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ റൌണ്ട് രാവിലെ അക്കാദമി ഹാളിൽ വെച്ച് നടത്തി. SS അക്കാദമി ഫൗണ്ടറും MD-യുമായ A. സുരേന്ദ്രൻ, പ്രിൻസിപ്പൽ സുഷമ K. സുരേന്ദ്രൻ, ഡോക്ടർ സുരേഷ് K, ധനലക്ഷ്മി K എന്നിവരായിരുന്നു ക്വിസ് മത്സരം നയിച്ചത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തതിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച 30 പേരാണ് ആദ്യ റൌണ്ടിൽ നിന്നും ഫിനാലെ റൌണ്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. പരിപാടിയുടെ ഉദ്ഘാടനം റിട്ടയർഡ് കേണൽ അനൂപ് അളകരാജൻ നിർവഹിച്ചു. You will get money for entertainment. You are paid. No, you are given time for doing your physical work. You are given time for playing games. Civil kittle. If you are going to IT field or something, kore paisa kittu. Ellarkkum kittannilla. Korchu പേർക്ക് കിട്ടുന്നുണ്ടാവും. You will get a lot of money, but you can't enjoy that. In armed forces, everything you can enjoy. From morning till evening, whatever you do. Is രാവിലെ ഓടാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഓടാൻ പോകുന്നുണ്ട്, ബട്ട് യു ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ്. ഈവനിംഗിൽ കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം കിട്ടില്ല. സോ ഇഫ് യു ഹാവ് ടു ഗോ ആൻഡ് പ്ലേ, ഇഫ് യു ഹാവ് ടു ഗോ ആൻഡ് സ്വിമ്മിംഗ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. അവിടെ അങ്ങനെയല്ല. സ്വിമ്മിംഗ് ചെയ്യാൻ വേണ്ടി യു ആർ പെയ്ഡ്, യു ആർ ഗിവൻ ഫ്രീ. കഴിക്കണമെങ്കിൽ അവിടെ ഫ്രീ ആണ്, റാഷൻസ് ആർ ഫ്രീ. സോ ഇറ്റ്സ് എ ഗുഡ് ലൈഫ്. വിജയികൾക്ക് അദ്ദേഹം സർട്ടിഫിക്കറ്റുകളും നൽകി. ഒന്നാം സമ്മാനമായി 3000 നേടിയത് ശ്രിയ സുരേഷ് കാണിക്കമാതാ സ്കൂൾ, രണ്ടാം സമ്മാനം 2000 വീതം നേടിയത് യശ്വിൻ സാധന കൃഷ്ണൻ ലയൻസ് സ്കൂൾ, ആദിത്യനന്ദ S കാണിക്കമാതാ സ്കൂൾ എന്നിവരും മൂന്നാം സമ്മാനമായി 1000 രൂപ വീതം നേടിയത് ആദിത്യൻ CK CFD മാത്തൂർ സ്കൂൾ, ആതിര R മോയസ് സ്കൂൾ, ഷിബില നസ്രീൻ K SNPS എലപ്പുള്ളി സ്കൂൾ എന്നിവരാണ്. ഇതുപോലെയുള്ള പരിപാടികൾ വിദ്യാർത്ഥികളിൽ പൗരബോധം വളർത്തുകയും പ്രതിരോധ മേഖലയുടെ ഗൌരവം മനസ്സിലാക്കുകയും ചെയ്യുന്നതിനുള്ള മികച്ച അവസരങ്ങൾ നൽകുന്നു എന്ന് SS അക്കാദമി പ്രിൻസിപ്പൽ സുഷമ K. സുരേന്ദ്രനും ഫൗണ്ടർ പ്രസിഡന്റ് A. സുരേന്ദ്രനും അഭിപ്രായപ്പെട്ടു.